അയാളുടെ എത്ര ദിവസം കാണും? ഒരു പിടിയുമില്ല. നീ ഒരു കാര്യം ചെയ്യും, അയാളോട് ആ ഗസ്റ്റ് ഹൗസിലോട്ട് മാറി താമസിക്കാൻ പറ. അത് ഞാൻ എങ്ങനെ പറയുക? നീ ഞാൻ പറയുന്ന പോലെ അയാളോടൊന്ന് പറഞ്ഞു നോക്ക്. അതായത് ഞാൻ ചെറുപ്പത്തിലെ വിധവയായവളാണെന്നും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്നും അപ്പോൾ രാത്രികാലങ്ങളിൽ മറ്റൊരു ചെറുപ്പക്കാരൻ കൂടെ താമസിക്കുന്നത് ആളുകൾ അറിഞ്ഞാൽ ആളതൊക്കെ പറയലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവൻ പോകുന്നില്ല എങ്കിൽ ശരി, ഞാൻ പറഞ്ഞു നോക്കാം. വാണി പെണ്ണെ, ഇങ്ങോട്ട് അടുത്ത് കിടക്കാൻ. ഇവിടെ അവിടെ നാണം കണ്ടു. എത്ര ദിവസം താമസിക്കാനാണ് താങ്കളുടെ പ്ലാൻ? കൃത്യമായി പറയാൻ പറ്റില്ല. ഞാൻ ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ. പ്രചോദനം കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും. എപ്പോ ബോറടിക്കുന്നുവോ അപ്പൊ സ്ഥലം വിടും. എന്നെ തെറ്റിദ്ധരിക്കരുത്. താങ്കൾ ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പറയൂ. ജനം അതും ഇതും പറയുമോ എന്നാ. എന്ത്? താങ്കൾ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ചെറുപ്രായത്തിൽ വിധവയായവളും, അതും ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ. ശരിയാണ്, മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയും, ഉള്ളതോ ഇല്ലെന്നും പറയും. താങ്കൾ ഇവിടെ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സൗകര്യം ഉണ്ടാക്കാം. എങ്ങനെ? ഇവിടെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. എത്ര കാലം വേണമെങ്കിലും താങ്കൾക്ക് അവിടെ താമസിക്കാം. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ കഴിയാമല്ലോ. വേലപ്പാ, വേലപ്പാ, ഇദ്ദേഹത്തെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. രാമനോട് പറയണം, പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അപ്പു, നീ ചൂണ്ടയിടാൻ പോവാണോ? ആ, നിക്കൂ, ഞാനും വരാം. എന്നാ വേണ്ട അമ്മേ. എന്താ മോളെ? അമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പൂൻ്റെ കൂടെയാണോ? എന്നാ വേഗം പോയിട്ട് വാ. ശരി. Hi, wonderful scene. ഹായ് ക്യാമറ. കഴുതേ, ആരോട് ചോദിച്ചിട്ടുണ്ട് ഫോട്ടോ എടുത്തെന്ന് പോയി ചോദിച്ചു. ഹായ് ക്യാമറ, എന്റെ ഒരു പടം. ശരി, എടുത്തരാം. ശരിക്കും നോക്കണം. കഴുതേ, ആരോട് ചോദിച്ചിട്ടാണ് പടം എടുത്തേന്ന് ചേച്ചി ചോദിക്കാൻ പറഞ്ഞു. കരുതയോ? കരുതയുടെ ഫോട്ടോ എടുക്കാൻ ആരോടും ചോദിക്കണ്ടാതെ എന്ന് പറ. സംഭവം ചോദിച്ചിട്ട്
വരാൻ പറഞ്ഞ നീ ഫോട്ടോന് പോസ് കൊടുത്ത് നിൽക്കുവാണോ? ഞാൻ ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? കഴുതയുടെ ഫോട്ടോ എടുക്കാൻ കഴുതയോട് ചോദിക്കണമെന്ന് ചോദിച്ചു ചേച്ചി. കഴുതയെന്ന് വിളിച്ചത് നിന്നെയാ, അല്ലാതെ അവരെയല്ല. കഴുതയെന്ന് വിളിച്ചത് നിങ്ങളെയല്ല, എന്നെയാണെന്ന് പറയാൻ പറഞ്ഞു. ഓഹോ, ആഹാ. ഹേ മിസ്റ്റർ, ഹേ മിസ്റ്റർ. ആരെയാ വിളിച്ചത്? എന്നെയാണോ? അതെ, ഞാൻ കഴുതെന്ന് വിളിച്ചത് നിങ്ങളെയല്ല, ഇവനെയാണ്. ഓഹോ, ഇവന് വാല് കാണുന്നില്ലല്ലോ. ഞാൻ ഇവനോട് ചോദിക്കാൻ പറഞ്ഞത് വേറൊന്നുമല്ല, എന്റെ അനുവാദമില്ലാതെ എന്തിനു ഫോട്ടോ എടുത്തു എന്നാണ്. ഹ, ഞാൻ ആ സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്തപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഫോട്ടോ എടുത്തത് ഞാനിരുന്ന സ്ഥലമല്ല, എന്നെയാണ്. ആ, നിങ്ങൾ നല്ല രസമായി സംസാരിക്കുന്നല്ലോ. സംഭാഷണം മാറ്റാൻ ശ്രമിക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അതിലുള്ള എന്റെ ഫോട്ടോ എടുത്ത് കളയണം. എന്താ, സന്തോഷമായല്ലോ? ഇതിലെന്നെ എത്ര സന്തോഷിക്കാൻ? മാടാപ്പു. അയ്യോ, ഇതിൽ എന്റെ ഫോട്ടോ കാണുന്നില്ലല്ലോ. നിന്റെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ ചേച്ചിയുടെ ഫോട്ടോ അല്ലേ കളഞ്ഞത്? എന്റെ ഫോട്ടോ കഴുതിയ പോലെ ഇരിക്കോ? നിന്റെ ഫോട്ടോ വളരെ നന്നായിരിക്കും. നിന്റെ ചേച്ചിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നേ ആദ്യമല്ല ഇപ്പൊ കരുതിയ പോലെ ഇരിക്കും. നിങ്ങൾ നല്ല രസമായി സംസാരിക്കുന്നല്ലോ. സംഭാഷണം മാറ്റാൻ ശ്രമിക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അതിലുള്ള എന്റെ ഫോട്ടോ എടുത്ത് കളയണം. എന്താ, സന്തോഷമായല്ലോ? ഇതിലെന്നെ എത്ര സന്തോഷിക്കാൻ? എന്താടാ അപ്പു ഇത് എപ്പോഴും കൂട്ടിക്കിടക്കുന്നത്? നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. വേണ്ട, എങ്കിൽ നമുക്ക് മുത്തച്ഛനോട് ചോദിക്കാം. എന്തായിട്ട് നോക്കുന്നത്? ഒന്നുമില്ല, നീ മിണ്ടായിരിക്കും. സാറായിരുന്നോ? താനിവിടെ എന്ത് ചെയ്യൂ? സാറേ, ഈ കൊലയാളി ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എവിടെ? ആ കാട്ടിനുള്ളിൽ. എടോ വിഡ്ഢി, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇത് നല്ല ടോപ്പ്. അമ്മാവും വീട്ടിലേക്കാ. നീ ഇവിടെ എന്തെടുക്കുക? ഇതിനുള്ള തമാശ. ഒഴിച്ചിരിക്കുന്നവരിൽ ഓരോരുത്തരും സംശയിക്കുന്നു മറ്റവൻ കൊലപാതകയാണ്.